അധികാരം കയ്യിലിരിക്കെ അവിവേകം ചെയ്ത ബന്ധുവിനെ തിരുത്താൻ ശ്രമിക്കുന്നത് അഹങ്കാരമായി മാറിയപ്പോൾ അല്പമൊന്ന് പിന്മാറി. അത് സ്വന്തം ജീവിതത്തെ ബാധിക്കുമെന്ന് കണ്ടപ്പോൾ പ്രതികരിക്കാൻ ശബ്ദമുയർത്തി. അന്നത് അനാവശ്യ ഇടപെടലെന്നും കയ്യേറ്റമെന്നും വാദമായി. ഒരു സമൂഹത്തിൻ്റെ അപകീർത്തി ഓർത്ത് വായടച്ചു, അടങ്ങി. നിലയില്ലാ കയത്തിലേക്ക് താഴുമ്പോൾ നിലവിളി അറിഞ്ഞവർ സഹായത്തിനെത്തിയില്ല. അടുത്തു നിന്നവർ പഴി പറഞ്ഞതല്ലാതെ പ്രതികരിച്ചില്ല. മുമ്പ് എൻ്റെ കരുതൽ അനുഭവിച്ചവരാരും ഒരു വിരൽ എനിക്ക് നേരെ നീട്ടിയില്ല. മറ്റൊന്നും ചിന്തിച്ചില്ല. കുതറി എഴുന്നേൽക്കാൻ തീരുമാനിച്ചു. കുടുംബമായി ഇറങ്ങി മണ്ണിൽ പണിയെടുക്കുവാൻ ആരംഭിച്ചു. അന്നു മുതൽ ഞങ്ങൾ ഒരുമിച്ചിരിക്കുവാൻ കൂടുതൽ അവസരങ്ങളായി. മക്കൾ, പുതിയ അനുഭവങ്ങൾ, പാഠപുസ്തകങ്ങളും പഠന വിഷയങ്ങളുമാക്കി. പുതിയ വേദികൾ കളിസ്ഥലങ്ങളാക്കി. സുന്ദര സ്വപ്നങ്ങൾ പൂവണിഞ്ഞു തുടങ്ങി. ആശ്വാസദിനങ്ങൾ മെല്ലെ ഞങ്ങളെ തൊട്ടുണരാൻ തുടങ്ങി. മണ്ണിലേക്ക് അലിഞ്ഞു ചേരുന്നതുവരെ ഈ മണ്ണിനെ പ്രണയിക്കും എന്ന് തീരുമാനിച്ചു. പുതുവഴികൾ ഈ മണ്ണിലുണ്ടെന്ന് ഞങ്ങൾ അറിയാൻ വൈകി. ഇന്നലെ വരെ അണിഞ്ഞ വെള്ളവസ്ത്രം ഉരിഞ്ഞതും മുഷിഞ്ഞ വസ്ത്രം ചെളി പുരണ്ടതും കണ്ടവർ അകന്നു മാറി. അടുത്തു നിന്നപ്പോൾ പ്രതികരിക്കാൻ അറിയാത്തവർ അകന്നു മാറിയാൽ എന്ത്? ഞങ്ങൾ ഒട്ടും പതറിയില്ല. കൃഷിയിടങ്ങൾ ഞങ്ങളെ പ്രണയിച്ചു തുടങ്ങിയിരുന്നു. എൻ്റെ കരുതൽ അറിഞ്ഞും എന്നെ തലോടിയ കായികനികൾ നിൽക്കെ പരിഹസിക്കുന്ന സൗഹൃദങ്ങളെ എന്തിന് പരിഗണിക്കണം? പ്രതീക്ഷകൾ ഭാഗ്യങ്ങളിലല്ല, വാഗ്ദാന സമ്പന്നരിലുമല്ല. ഞാനുള്ളപ്പോൾ ഞാൻ എന്നാൽ കഴിവോളം എന്നതിലും കണ്ടറിഞ്ഞ യാഥാർത്ഥ്യങ്ങളിലും മാത്രമാണ് പ്രതീക്ഷ. ഞങ്ങളുള്ളിടത്തോളം, ഞങ്ങളാൽ ആവോളം എന്നതിൽ ഞങ്ങൾ പ്രതീക്ഷിക്കും. വിളയും, വിളവാൽ ഞങ്ങൾ വളരും.